വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിവിടെ ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. അതായത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് വാഷ് പ്രോഗ്രാംസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഒരു 20-25 വാഷ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പക്ഷെ ആക്ച്വലി ഒരാള് 2-3 വാഷ് പ്രോഗ്രാം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ കണ്ണ് മഞ്ഞളിക്കാൻ വേണ്ടി നിൽക്കേണ്ട. നമുക്ക് ആവശ്യമുള്ള വാഷ് പ്രോഗ്രാം ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനേക്കാളും ബെറ്റർ ക്ലീനിങ്ങും ബെറ്റർ കെയറും കിട്ടുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലാണ്. തുണിക്ക് ടോപ്പ് ലോഡ് ആവറേജ് വാഷിംഗ് മെഷീനേക്കാൾ കൂടുതൽ വാട്ടർ സേവ് ചെയ്യുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. ആർ പി എം എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. അതായത് ഡ്രം കറങ്ങുന്ന ഫാസ്റ്റിനെയാണ് RPM ആയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ലഭിക്കുന്നത് ഒരു ഇൻഫ്ലോയും ഒരു ഔട്ട്ഫ്ലോ പൈപ്പുമാണ് അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു മോഡലിനൊപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡ് അവൈലബിൾ അല്ല. അത് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതാണ്. അത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ടീമിൻ്റെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷോപ്പിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന എല്ലാ മോഡൽസിനും ഫ്രീ ഇൻസ്റ്റാളേഷൻ അവൈലബിൾ ആണ്. അവർ നമ്മുടെ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിയിൽ 2-4 ഇടയ്ക്കാണ് ജനങ്ങളുള്ളതെങ്കിൽ ഒരു 6 കിലോയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4-5 ഇടയ്ക്കാണെങ്കിൽ ഒരു 7 കിലോയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ് ടു 6 പേര് വരെയാണെങ്കിൽ ഒരു 8 കിലോ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ മോർ ദാൻ 8 പീപ്പിൾ ആണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നമുക്കൊരു 9 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ ആണ് ആവശ്യമായി വരുന്നത്. അപ്പൊ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മോഡൽസിനും ഡിഫറെന്റ് KGസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ മോഡൽസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ചേഞ്ച് ഇല്ലാതെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോഷിന്റെ 8 kgയുടെ 5 സ്റ്റാർ വാഷിംഗ് മെഷീൻ ആണ്. ഇത് 1400 RPM വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേരിയോ ഇൻവേർട്ടർ മോട്ടറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ക്വയറ്റ് ആണ്, അധികം സൗണ്ട് ഇല്ലാതെ ലോ പവർ കൺസപ്ഷൻ ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മോട്ടർ വന്നിരിക്കുന്നത് ഇക്കോ സൈലൻസർ ഡ്രൈവിലാണ്. അതുകൊണ്ട് തന്നെ ഇത് സൈലൻസ് ഫ്രീ ഓപ്പറേഷൻ ആണ് ഇതിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈബ്രേഷനും കുറവാണ്. ഇതിന് 15 വാഷ് പ്രോഗ്രാംസ് ആണ് ബ്രോഷ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2-3 വാഷ് പ്രോഗ്രാം മാത്രമേ എല്ലാവരും യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രം ആണ് ഇതിന് വന്നിരിക്കുന്നത്. കമ്പനി നൽകിയിരിക്കുന്ന പേര് വേരിയോ ഡ്രം എന്നാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്ന പേര്. അടുത്തൊരു ഫംഗ്ഷൻ ആണ് ആന്റി ടാങ്കിൾ ഫംഗ്ഷൻ. അങ്ങനെ പറയുമ്പോൾ വാഷിങ്ങിന്റെ ഇടയ്ക്ക് ഡ്രസ്സ് കുരുക്ക് വീഴാതിരിക്കാനുള്ള ഒരു ടെക്നോളജിയാണത്. അപ്പൊ നമ്മൾ വാഷിങ്ങിന് ശേഷമൊക്കെ ഡ്രസ്സ് എടുത്ത് നമ്മൾ അഴയിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഈസിലി എടുക്കാൻ സാധിക്കുന്നു. അടുത്തൊരു പോയിന്റ് ആണ് ആന്റി വൈബ്രേഷൻ സൈഡ് പാനലാണ് കമ്പനി ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് വൈബ്രേഷൻ കുറവാണെന്നാണ്. ഈ മോട്ടർ തന്നെ വേരിയോ മോട്ടോർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വൈബ്രേഷൻ തീരെ കുറവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബ്രോഷ് പിന്നെ LED ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരു ടച്ച് പാനൽ നമുക്ക് അവൈലബിൾ ആണ്. ബാക്കി വരുന്ന വാഷിംഗ് മെഷീനൊന്നും ടച്ച് പാനൽ നമുക്ക് അവൈലബിൾ അല്ല. അടുത്തായിട്ട് റീലോഡ് ഫംഗ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഒരു വാഷിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഡ്രസ്സ് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാണിത്. ഡിലേ സ്റ്റാർട്ട് ഫംഗ്ഷൻ, അതായത് ഒരു വാഷിംഗ് പ്രോഗ്രാം നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന ഈ ഒരു ഫംഗ്ഷനാണ് ഡിലേ സ്റ്റാർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഫംഗ്ഷനാണ് സൂപ്പർ ക്വിക്ക് വാഷ് പ്രോഗ്രാം. അതായത് 15 മിനിറ്റ് 30 മിനിറ്റിന് ഇടയ്ക്ക് ഒരു വാഷിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കമ്പനി ഉദ്ദേശിക്കുന്നത് വലിയ അഴുക്കില്ലാത്ത ഡ്രസ്സൊക്കെ നമുക്ക് ക്വിക്ക് വാഷായിട്ട് വാഷ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു 15-30 മിനിറ്റിനുള്ളിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു ഫംഗ്ഷനാണ് ഫോം കൺട്രോൾ. അതായത് എക്സ്ട്രാ ഫോം, അതായത് വാഷിംഗ് മെഷീനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഫോം കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഫോം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അക്വ എനർജിയുടെ ഫംഗ്ഷൻസ് മൂലമാണ് അധികമായിട്ട് ഫോം ഉണ്ടാകുന്നത്. അപ്പൊ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം കൺട്രോൾ എന്ന ഫംഗ്ഷൻ കമ്പനിയിൽ നിന്ന് നൽകിയിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ചൈൽഡ് ലോക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ആ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു ലോക്കാണ് ചൈൽഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു വാഷിംഗ് സർക്കിളിന് 68 ലിറ്റർ വാട്ടർ ആണ് ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. 72 കിലോയാണ് ഈ വാഷിംഗ് മെഷീന്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. കമ്പനി ഇതിന് 2 ഇയർ ആണ് വാറന്റി പ്രൊഡക്റ്റിന് നൽകിയിരിക്കുന്നത്. 12 വർഷത്തേക്കാണ് മോട്ടറിന് കമ്പനി വാറന്റി നൽകിയിരിക്കുന്നത്. ബ്രോഷിന്റെ ഇന്നത്തെ റേറ്റ് വന്നിരിക്കുന്നത് 35,990 രൂപയാണ് ആമസോണിലെ ഇന്നത്തെ റേറ്റ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
എൽ ജിയുടെ 5 സ്റ്റാർ വാഷിംഗ് മെഷീനാണ്. ഇത് വന്നിരിക്കുന്ന 1400 RPM. എൽ ജിയുടെ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് ഡ്രൈവ് ഇൻവെർട്ടർ ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കറണ്ട് കൺസംഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ സൗണ്ട് കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. 14 വാഷിംഗ് പ്രോഗ്രാംസ് ആണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾ എൽ ജിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 വാഷിംഗ് പ്രോഗ്രാംസ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ മൊബൈലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വാഷിംഗ് പ്രോഗ്രാംസും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ 34 വാഷിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ട് ഈ വാഷിംഗ് മെഷീനിൽ ലഭിക്കും. അപ്പോൾ ഇത്രയും വാഷിംഗ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രം ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. 6 മോഷൻ DD ടെക്നോളജി ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് വാഷ് ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും താഴേക്കും മുകളിലേക്കും തുണിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇത് എൽ ജി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ വാഷിംഗ് മെഷീനിലും അവൈലബിൾ ആണ്. അവർ കുറച്ച് ടെക്നിക് പരമായിട്ട് നെയിം നൽകിയേ ഉള്ളൂ ഇതിന്. AIDD ടെക്നോളജി, അതായത് ഓരോ ഡ്രസ്സിന്റെ മെറ്റീരിയൽ അനുസരിച്ച് വാഷിംഗ് മെഷീൻ തന്നെ നമുക്ക് വാഷിംഗ് പ്രോഗ്രാംസ് സജസ്റ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് AIDD ടെക്നോളജി എന്ന് പറയുന്നത്. അടുത്ത ഫംഗ്ഷനാണ് ലോണ്ടറി ആഡ് ഓപ്ഷൻ. അതായത് ഒരു വാഷിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്. അടുത്ത ഫംഗ്ഷനാണ് ടെർബോ വാഷ് 59 മിനിറ്റ്. 1 ഹവറിനുള്ളിൽ തന്നെ വാഷിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വാഷിംഗ് പ്രോഗ്രാമാണ് ടെർബോ വാഷ് 59 മിനിറ്റ്. ഹൈജീൻ സ്റ്റീം വാഷ്, അതായത് ഹീറ്റ് നൽകിക്കൊണ്ട് വാഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹൈജീൻ സ്റ്റീം വാഷ് എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് LED ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. അടുത്തൊരു ഫംഗ്ഷനാണ് സ്മാർട്ട് ഡയഗ്നോസിസ്. അതായത് വാഷിംഗ് മെഷീനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണിക്കുകയും നിങ്ങൾക്ക് ഒരു ടെക്നീഷ്യനെ വിളിക്കാനോ അല്ലെങ്കിൽ എന്താണ് കംപ്ലൈൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. 64 ലിറ്റർ ആണ് എൽ ജിയുടെ ഈ വാഷിംഗ് മെഷീൻ ഒരു വാഷിംഗ് പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്നത്. 60 കിലോയാണ് ഈ വാഷിംഗ് മെഷീന്റെ വെയിറ്റ് വരുന്നത്. 2 ഇയർ ആണ് പ്രൊഡക്റ്റിന് കമ്പനി വാറന്റി നൽകിയിരിക്കുന്നത്. 10 ഇയർ ആണ് മോട്ടറിന് കമ്പനി വാറന്റി നൽകിയിരിക്കുന്നത്. എൽ ജിയുടെ ഈ വാഷിംഗ് മെഷീന് ഇന്നത്തെ റേറ്റ് വന്നിരിക്കുന്നത് 38,390 രൂപയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.